പ്രതിപക്ഷ സമരങ്ങൾക്കിടെ തെരുവിൽ മർദ്ദനമേറ്റ UDF പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതാണ് ആലപ്പുഴ സംഭവത്തിൽ പ്രത്യേക അന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനമെന്ന് നിയുക്ത MLA AD തോമസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരിൽ നിന്നും AD തോമസിനടക്കം ക്രൂരമർദ്ദനമേറ്റിരുന്നു. ഗൺമാന്മാരിൽ നിന്നും മർദ്ദനമേറ്റിട്ടും തങ്ങളെ പരിഹസിക്കുകയായിരുന്നു അന്നത്തെ സർക്കാർ ചെയ്തതെന്നും AD തോമസ് പറയുന്നു. VD സതീശൻ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിലെ തീരുമാനങ്ങൾ തന്നെ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വിവാദമായ രക്ഷാപ്രവർത്തനം എന്ന പ്രയോഗം. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ മർദ്ദനം, ആ വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനമാണ്. ഇത് സ്വാഭാവികമായും നേരത്തെ തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തന്നെ ഇതിന്റെ ആവശ്യമുയർന്നതാണ്. ഭരണത്തിലെത്തിയാൽ ആദ്യം തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യ മന്ത്രിസഭയിൽ തന്നെ ഇത് സംബന്ധിച്ച ഒരു പ്രത്യേക അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ തുടർ നടപടികളിലേക്ക് പോകാം. നമുക്കിപ്പോൾ ചേരുന്നത് AD തോമസ്, ആലപ്പുഴയിലെ നിയുക്ത MLA, ഒപ്പം തന്നെ ഇതേ വിഷയത്തിൽ മർദ്ദനമേറ്റ അജയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ഈ തീരുമാനം എങ്ങനെ കാണുന്നു? ഞങ്ങൾ ഈ തീരുമാനത്തെ കേരളത്തിലെ പൊതുജനങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം തെരുവിൽ ആക്രമിക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരുടെ എല്ലാം പോരാട്ടത്തിന്റെ ഒരു പ്രതീകമായിരുന്നു ഈ നിയമ പോരാട്ടം. അതിനെ അന്നത്തെ LDF സർക്കാർ അവജ്ഞയോടെ, പരിഹാസത്തോടെയാണ് കണ്ടത്. അതിനെ ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു. ഇന്ന് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഒരു അന്വേഷണം നടത്തി നിയമപരമായ നടപടിയിലേക്ക് പോകുന്നതിൽ വലിയ സന്തോഷം ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. ഈ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ അന്നത്തെ ആ ഗുണ്ട മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ ആക്രമണം, അതേ തുടർന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. പിന്നെ താങ്കൾ മത്സരിക്കുന്നു, MLA ആവുന്ന സാഹചര്യം ഉണ്ടായി. ഈ തീരുമാനം പൊതുവിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷത്തിരുന്ന് സമരം ചെയ്തവർക്കൊക്കെ ഒരു ഊർജ്ജം കിട്ടും, അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ എന്റെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെ എന്റെ ഒരു വ്യക്തിപരമായ മികവിലാണെന്നോ അങ്ങനെ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇപ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രാപ്തിയില്ലാതെ സമരം ചെയ്തതിന്റെ പേരിൽ അടികൊണ്ട് തല തല്ലിപ്പൊളിക്കപ്പെട്ട് ഇപ്പോഴും കിടപ്പിലായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതീകമായി, അവരുടെ ഒരു ബിംബമായി എന്നെ ഐക്യജനാധിപത്യ മുന്നണി കോൺഗ്രസ് പാർട്ടി മത്സരിപ്പിച്ചതാണ്. അപ്പോൾ ആ ചെറുപ്പക്കാർ തെരുവിൽ ചിന്തിയ ചോരയ്ക്ക് ആ കേരളത്തിലെ ജനങ്ങൾ കണക്ക് ചോദിച്ചതാണ് എന്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് എന്റെ ഒരു വിജയമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുബോധത്തിന്റെ, ഒരു ആത്മരോഷത്തിന്റെ പുറത്തുണ്ടായ ഒരു വിജയമായിട്ടാണ്. അത് വളരെ വിനയത്തോടെ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇതിനെ കാണുന്നത്. ഈ മുൻ സർക്കാർ എടുത്ത പല പൊളിറ്റിക്കൽ കേസുകളും പിൻവലിക്കുമെന്ന പരസ്യ പ്രഖ്യാപനം UDFന്റെ ഭാഗമായി നിൽക്കുന്ന പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഒരു സംഭവം, അത്തരം ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് ഒരിക്കലും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനമായിട്ടല്ല. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. ഈ കേസ് 3.5 വർഷമായി ഈ സംഭവം നടന്നിട്ട്. ഒരു 18 മാസം മുമ്പ് ഈ കേസ് റഫർ ചെയ്തിരുന്നു. 18 മാസത്തിന് ശേഷം കോടതി തുടരന്വേഷണം പറഞ്ഞിട്ട് 18 മാസമായി ഒരു തരത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല. ആ ഒരു വിഷയത്തിൽ ഒരു SIT രൂപീകരിച്ചുകൊണ്ട് ഒരു സത്യസന്ധമായ അന്വേഷണം നടത്താനാണ് പറയുന്നത്. അല്ലാണ്ട് ഇത് രാഷ്ട്രീയമായി ഒന്നുമില്ല. സത്യസന്ധമായ അന്വേഷണം നടത്തുക, എത്രയും പെട്ടെന്ന് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക, കുറ്റക്കാരെ ശിക്ഷിക്കുക, നിയമ നടപടിയായി മുമ്പോട്ട് പോകുക, അത് മാത്രമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വളരെ കയ്യടി നേടിയ, UDF കേന്ദ്രങ്ങളിൽ കയ്യടി നേടിയ തീരുമാനം കൂടിയാണ് ഈ ആലപ്പുഴയിലെ ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർ നീക്കങ്ങൾ ഇനി സർക്കാരിന്റെ ഭാഗത്ത് എങ്ങനെ ഉണ്ടാകുമെന്നതും നിർണായകമാണ്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം TG സജി, ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.